ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ വിവേക് മയ്യ. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് കോൺക്രീറ്റ് ആണ്, അതായത് മംഗലാപുരം നമ്മളെ സൈറ്റിൽ നിന്ന് കോൺക്രീറ്റ് വർക്കാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഇത് കംപ്ലീറ്റ് ആയ ശേഷം ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അത് എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യൽ വീഡിയോസ് നമ്മൾ കുറേ ചെയ്തിരുന്നു. അപ്പോൾ ഇനി ഫിനിഷിംഗ് ഘട്ടങ്ങളിലേക്കാണ് കൂടുതൽ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ട് മംഗലാപുരം ഭാഗത്തുള്ള ആദ്യത്തെ വർക്കാണിത്. അപ്പോൾ കുറച്ച് ബിസിയാണ്, അത്യാവശ്യം നല്ല വർക്കുകളൊക്കെ കിട്ടുന്നുണ്ട്. എൻ്റെ എല്ലാ വർക്കുകളും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് യൂട്യൂബ് കസ്റ്റമേഴ്സാണ്. അതായത് യൂട്യൂബ് വഴി കണ്ട് എന്നെ കോൺടാക്ട് ചെയ്ത ആൾക്കാരുടെ വർക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇതിപ്പോൾ ഒരു 1800-2000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഒരു വീടാണ്. അത് ഇനീഷ്യലി 1150 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു, പിന്നെ നമ്മൾ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം പ്ലോട്ട് വരുന്നത് 21 സെൻറ്റ് സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ കോൺക്രീറ്റ് വർക്കായതുകൊണ്ട് ഫുള്ള് ഡിസ്റ്റർബൻസും സൗണ്ടുകളാണ്. അപ്പോൾ ഞാൻ മാക്സിമം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. ഇതാണ് ഈ വീടിൻ്റെ പ്ലാൻ വരുന്നത്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ ഏകദേശം കാർപോർച്ച് കൂട്ടാതെ 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ 2 ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ആകെ കൊടുത്തിട്ടുള്ളത് ഒരു ബെഡ്റൂമും പിന്നെ ലിവിങ് ഏരിയയും മാത്രമാണ്. അത് 750 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. അപ്പോൾ ഏകദേശം 1750 സ്ക്വയർ ഫീറ്റ് പ്ലിന്ത് ഏരിയ പ്ലസ് കാർപോർച്ചിൻ്റെ ഏരിയയും കൂടി ഇവിടെ വരുന്നുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ 3D ഡിസൈൻ. ഇത് നമ്മളൊരു കണ്ടംപററി സ്റ്റൈലായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ സിറ്റ് ഔട്ട് മാത്രം നമ്മൾ കുറച്ച് കൂട്ടിയിട്ടുണ്ട് ഈ 3Dയിൽ കാണിക്കുന്നതിനെ കാട്ടി. അപ്പോൾ ഈ വീട് നമ്മളത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സിറ്റ് ഔട്ട് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യണത്രേ. അതുപോലെ തന്നെ ഒരു കാർ പോർച്ചും കൊടുത്തിട്ടുണ്ട്. അകത്ത് നമ്മൾ ഇൻ്റർലോക്ക് ബ്രിക്ക് വെച്ചിട്ടാണ് വാൾ മൊത്തം കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ലിൻഡലും കൊടുത്തു. അതുപോലെ തന്നെ മെയിൻ സ്ലാബ്. ഇതിന് സൺഷെയ്ഡ് നമ്മൾ എവിടെയും കൊടുത്തിട്ടില്ല. സൺഷെയ്ഡ് നമ്മൾ ഫ്യൂച്ചറിൽ സൺഷെയ്ഡൊക്കെ നമ്മൾ ഓട് വെച്ച് ചെയ്യും, ഡ്രസ് വർക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ സൺഷെയ്ഡൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ചെറിയൊരു സിറ്റ് ഔട്ടാണ്. അതായത് ഏകദേശം ഒരു 11x7 സൈസ് ഉള്ളത്, 11 ഫീറ്റ് ബൈ 7 ഫീറ്റ്. അതുപോലെ തന്നെ ഇവിടെ ഒരു 11x10 ഒരു കാർ പോർച്ചും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അകത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഹാളിലേക്കാണ്. ഈ ഹാള് നിങ്ങൾക്ക് കാണാം, വളരെ വലിപ്പമുള്ള ഒരു ഹാളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഫുള്ള് വർക്കായതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇൻറ്റീരിയറൊക്കെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, അകത്തെ കാഴ്ചകളൊക്കെ. ഇന്ന് നമുക്ക് സ്ലാബിലേക്ക് പോവാം. ഇപ്പോൾ ഈ റൈറ്റ് സൈഡ് കാണുന്ന പോർഷനാണ് ലിവിങ് ഏരിയ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് കിച്ചണും വരും. ഡൈനിങ്ങും കിച്ചണും ഒരുമിച്ചാണ്. ഇവിടെ നടുക്കൊരു പില്ലർ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെ വളരെ വലിയ ഏരിയ ആയതുകൊണ്ട് സ്ട്രക്ചറലി കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടാൻ വേണ്ടി നമ്മളൊരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബീമൊക്കെ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു കട്ടൗട്ട് ഉണ്ട്. മെയിൻ ഹാളിൽ ഒരു കട്ടൗട്ട് കൊടുത്തിട്ടാണുള്ളത്. അതായത് ഫസ്റ്റ് ഫ്ലോറിലാണ് അതിൻ്റെ റൂഫ് വരിക. ഇവിടെ ഡൈനിങ് ഏരിയൻ്റെ ഒരു സൈഡിലേക്ക് കൂടിയാണ് നമ്മൾ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 7 ഫീറ്റിന് ഒരു ലാൻഡിങ്ങും കൊടുത്തു. എന്നിട്ട് വീണ്ടും ഒരു 4-5 സ്റ്റെപ്പോടുകൂടി നമ്മൾ മുകളിലത്തെ ഫ്ലോറിലേക്ക് എത്തുകയാണ്. ഇവിടെ കോൺക്രീറ്റിന് മുന്നോടിയായിട്ട് നമ്മൾ ആദ്യം ഇലക്ട്രിക് പൈപ്പുകളൊക്കെ ഇടുന്ന ജോലിയാണിപ്പോൾ. ഇപ്പോൾ നമ്മൾ വയറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഡ്രോയിങ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അതായത് എവിടെയൊക്കെ പോയിൻ്റ് വെക്കണം എന്നല്ല മുൻകൂട്ടി തന്നെ മെൻഷൻ ചെയ്തിട്ട്. ഇപ്പോൾ അവർ 3 പേര് ഇതിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് സ്പീഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ദിവസം മുന്നെയാണ് ഈ സ്റ്റീലിൻ്റെയൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയത്. അതുകൊണ്ടാണ് കോൺക്രീറ്റിൽ നിന്ന് രാവിലെ നമുക്ക് ഇലക്ട്രിക് പൈപ്പുകളൊക്കെ ഇടേണ്ടി വന്നത്, പോയിൻ്റൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു 7 മണി മുതൽ 10 മണി വരെ ഈ വർക്ക് തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കോൺക്രീറ്റ് വർക്ക് തുടങ്ങുന്നത്. 2 തട്ടിൻ്റെ വീടാണെങ്കിലും നമ്മൾ സ്റ്റീൽ സ്ട്രക്ചർ ഡ്രോയിങ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൺസീൽഡ് ബീമൊക്കെ ഇവിടെ കാണാം. ഇങ്ങനെ ഒരു കട്ടൗട്ട് വന്നതുകൊണ്ടാണ് 2 സൈഡും കൺസീൽഡ് ബീം കൊടുക്കേണ്ടി വന്നത്. അതല്ലാതെ ഓഫ്സെറ്റ് വെച്ചിട്ടുള്ള ബീമും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലിവിങ് ഏരിയയും കിച്ചണും കുറച്ച് വലുതായതുകൊണ്ട് അങ്ങനെ ബീം കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പോളിത്തീൻ ഷീറ്റ് വിരിച്ചിട്ടുണ്ട് ഷട്ടറിങ്ങിൻ്റെ മുകളിലായിട്ട്. അതായത് ഷട്ടറിങ് റിമൂവ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും.
ഇവിടെ നമ്മൾ 5 ഇഞ്ച് സ്ലാബാണ് കൊടുക്കുന്നത്. അതിന് ഹൈറ്റ് ലെവലും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ലാബ് ഒരു സൈഡിൽ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് കോമ്പാക്ഷന് വേണ്ടിയിട്ട് നീഡിൽ വൈബ്രേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ മിക്സർ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഡീസൽ എഞ്ചിൻ വെച്ചിട്ട് നമുക്ക് നീഡിൽ വൈബ്രേറ്റർ യൂസ് ചെയ്യുന്നത് മൂലം നമുക്ക് കോമ്പാക്ഷൻ നല്ല രീതിയിൽ നടക്കും. അതായത് നമ്മൾ ബീമൊക്കെ കൊടുക്കുന്ന സ്പീഡ് കൂടുതലാണ്, നന്നായിട്ട് കോമ്പാക്ഷൻ അത്യാവശ്യം. ഇവിടെ നമ്മൾ ഇൻ്റർലോക്ക് ബ്രിക്കിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ ലിൻഡിൽ വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൂടുതൽ ഇതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ബ്രിക്സിന് ഇങ്ങനെ ആണിക്കടിച്ച് പൊളിക്കാണ്ടിരിക്കുന്നത് നല്ലത്. അതായത് വീണ്ടും നമുക്ക് ഫിനിഷിംഗ് വർക്ക് കൂടുതൽ വരും. പാവുന്നത്ര നമ്മൾ വൈൻഡിങ് വയർസ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടുന്ന അങ്ങനെ സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ ആണി അടിച്ചിട്ട് വൈൻഡിങ് വയർ കൊണ്ട് നമുക്ക് ഷട്ടറിങ് കെട്ടാൻ പറ്റും. പിന്നെ പറ്റുന്നതും നമ്മൾ ലിൻഡിൽ വറക്കുമ്പോൾ കുറച്ച് ഓഫ്സെറ്റ് വെക്കുക. ഇതുപോലെ നിങ്ങൾക്ക് കാണാം, ഏകദേശം ഒരു 1 ഇഞ്ച് ഓഫ്സെറ്റ് വെക്കുക. ഇതുകൊണ്ട് പല ഗുണങ്ങളുണ്ട്. നമുക്ക് വയറിങ് ചെയ്യാൻ പറ്റും ഇതിലെ കൂടി. അതുപോലെ തന്നെ പിന്നെ നമുക്കിത് പ്ലാസ്റ്റിങ് ചെയ്തിട്ട് ഇതേ ഹൈറ്റിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരു ബോർഡർ കൊടുക്കണ്ടെന്നുള്ളൊരു ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. ഈ സെപ്പറേഷൻ വേണ്ട, അവർക്ക് ബ്രിക്കിൻ്റെ അതേ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ കാര്യമുണ്ട്. പിന്നെ നമ്മൾ മെയിൻ വാർപ്പ് ഇപ്പോൾ സ്ലാബ് നോക്കുമ്പോൾ ഇവിടെ നമ്മളിങ്ങനെ പ്രോപ്സ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പഴയ മര സപ്പോർട്ട് അല്ലാതെ കുറച്ചുകൂടി പ്രോപ്സൊക്കെ ഉപയോഗിച്ച് MS ഷീറ്റൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ റെസിഡൻഷ്യൽ വീടുകളിൽ വരെ നമ്മൾ ഇങ്ങനത്തെ അഡ്വാൻസ് മെത്തേഡ് എപ്പോഴും ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. കൂടാതെ സ്ലാബ് ചെയ്യുമ്പോൾ നമുക്ക് ലെവൽ ഒരുപോലെ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഈ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഓരോ തവണ നമ്മൾ സ്ലാബ് ഒരു പോർഷൻ കംപ്ലീറ്റ് ആക്കുമ്പോൾ ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് ഒരു വീഡിയോ കൂടി ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ അകത്തെ വിശേഷങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല. അതായത് ഫുൾ പ്രോപ്സും ഇങ്ങനെ സപ്പോർട്ടുകളായതുകൊണ്ട് പിന്നെ നമുക്കിവിടെ വർക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വയറൊക്കെ പൈപ്പൊക്കെ ഇട്ട് വെക്കുക. അത് കുറച്ച് നല്ല പ്രശ്നമായിട്ട് ചെയ്യുന്ന അവരോട് കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. എന്താണ് ഇന്നിപ്പം ആൾക്കാരുടെ ഡിമാൻഡുകൾ, അതായത് എല്ലാവർക്കും നല്ല രീതിയിൽ വയറിങ്ങും ലൈറ്റ്സൊക്കെ കൊടുക്കാൻ ആഗ്രഹമുണ്ട്. സ്പോട്ട് ലൈറ്റൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ല വൃത്തിക്ക് വയറിങ്ങൊക്കെ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ബൈ.